ഓം നമോ നാരായണായ. നാരായണീയം ദശകം 8 ശ്ലോകം 8. ചതുർയുഗാണാം ച സഹസ്രം ഏവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ കാലാക്യശക്തിഃ പ്രഥമ പ്രബുദ്ധ പ്രാബോധയത് ത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, അല്ലയോ സർവേശ്വര, ത്വയി അദ്വിതീയേ, അങ്ങ് ഏകനായി, ചതുർയുഗാണാം സഹസ്രം, 1000 ചതുർയുഗങ്ങൾ മുഴുവനും, ഏവം പ്രസുപ്തേ, ഇപ്രകാരം യോഗനിദ്രയിൽ ആണ്ടപ്പോൾ, പുനഃ കാലാക്യശക്തി, അനന്തരം ആ കാലശക്തി, പ്രഥമ പ്രബുദ്ധ, ആദ്യം ഉണർന്ന്, ത്വാം പ്രാബോധയത് ച കില, അങ്ങയെ ഉണർത്തുകയും ചെയ്തുവല്ലോ. അല്ലയോ ലോകനാഥ, ഏകാഗിയായ അങ്ങ് 1000 ചതുർയുഗ കാലം ഇപ്രകാരം ഉറങ്ങിയ ശേഷം ആദ്യം ഉണർന്ന ആ കാലശക്തി അങ്ങയെ ഉണർത്തിയല്ലോ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ശ്ലോകം 9. വിബുദ്ധ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷു ഏവ സൂക്ഷ്മാത്മതയാ നിജ അന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ, അല്ലയോ കാരണജലത്തിൽ പള്ളികൊള്ളുന്നവനെ, ത്വം വിബുദ്ധ ച, അങ്ങ് യോഗനിദ്രയിൽ നിന്നുണർന്ന്, അഖിലാൻ ലോകാൻ, ജഗത്തു മുഴുവനും, പ്രലീനാൻ വിലോക്യ, തന്നിൽ വിലയം പ്രാപിച്ചതായി കണ്ട്, സൂക്ഷ്മാത്മതയാ, സൂക്ഷ്മരൂപത്തിൽ, നിജ അന്തസ്ഥിതേഷു, തന്റെ ഉള്ളിലിരിക്കുന്ന, സ്ഥിതേഷു ഏവ, ആ വസ്തുക്കളിൽ തന്നെ, ദൃഷ്ടിം ദദാഥ, ദൃഷ്ടിയെ പതിപ്പിച്ചു. അല്ലയോ ആവരണജല മധ്യത്തിൽ ശയിക്കുന്ന ഈശ്വര, അങ്ങ് ഉണർന്ന് സകല ലോകങ്ങളെയും തന്നിൽ ലയിച്ചിരിക്കുന്നതായി കണ്ടിട്ട്, കാരണസ്വരൂപത്തോടെ അങ്ങയുടെ അന്തർഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രപഞ്ചങ്ങളിൽ തന്നെ കടാക്ഷിച്ചു. വിബുദ്ധ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാഥ ദൃഷ്ടിം. ശ്ലോകം 10. തതഃ ത്വദീയാത് ഐ നാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥ മാലാസംക്ഷേപരൂപം മുകുളായമാനം. ഐ തതഃ, ഹേ പ്രഭോ, ത്വദീയാത്, നാഭിരന്ധ്രാത്, അല്ലയോ ഗുരുവായൂരപ്പ, അനന്തരം അങ്ങയുടെ നാഭിദ്വാരത്തിൽ നിന്ന്, നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം, തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും, മുകുളായമാനം, മൊട്ടായിത്തീരുന്നതും, കിഞ്ചന ദിവ്യപത്മം, അവർണ്ണനീയവും അത്യദ്ഭുതവും ആയ ഒരു ദിവ്യപത്മം ആവിർഭവിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നാഭിരന്ധ്രത്തിൽ നിന്ന്, നാഭിദ്വാരത്തിൽ നിന്ന് തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും
മൊട്ടായിത്തീരുന്നതും അവർണ്ണനീയവും അത്യദ്ഭുതവും ആയ ഒരു ദിവ്യപത്മം ആവിർഭവിച്ചു. തതസ്ത്വദീയാദൈനാഭിരന്ത്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ശ്ലോകം 11. തത് ഏതത് അംഭോരുഹ കുട്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം ബഹിഃ നിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വധാമഭിഃ ധ്വാന്തം അലം ന്യകൃന്തത്. തത് ഏതത് അംഭോരുഹ കുട്മളം, ജഗത്തിന് കാരണമായ ഈ താമരമൊട്ട്, തേ കളേബരാത് അവിടുത്തെ ശരീരത്തിൽ നിന്ന്, തോയപഥേ പ്രരൂഢം കാരണത്തിനുള്ളിൽ, അതായത് കാരണജലത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്കുരിച്ച്, ആ വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, ബഹിഹി നിരീതം ആ വെള്ളത്തിന് വെളിയിൽ ഉയർന്ന് വന്ന്, പരിതസ്ഫുരദ്ഭിഹി നാലുപാടും പ്രകാശിക്കുന്ന, സ്വധാമഭിഹി തന്റെ ദീപ്തികളാൽ, ധ്വാന്തം അലം ന്യകൃന്തത് ആ കൂരിരുട്ടിനെ തീരെ ഇല്ലാതാക്കി. ജഗത്തിന് കാരണമായ ഈ താമരമൊട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, വെള്ളത്തിനു വെളിയിലെ ഉയർന്ന് നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തികളാൽ ആ കൂരാക്കൂരിരുട്ടിനെ തീരെ ദൂരീകരിച്ചു, ഇല്ലാതാക്കി. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്തത്. ശ്ലോകം 12. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യധൃതേ സരോജേ സഹ പത്മജന്മാ വിധിഃ ആവിരാസീത് സ്വയം പ്രബുദ്ധ അഖില വേദരാശിഃ. സംഫുല്ലപത്രേ ആ ഇതളുകൾ, നിതരാം വിചിത്രേ ആ ഇതളുകൾ വിടർന്നതും, സംഫുല്ലപത്രേ ആ ഇതളുകൾ വിടർന്നതും, നിതരാം വിചിത്രേ അത്യദ്ഭുതവും ആയ, ഭവത് വീര്യധൃതേ തസ്മിൻ സരോജേ അങ്ങയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതായ ആ സരോജേ താമരപ്പൂവിൽ, സ്വയം പ്രബുദ്ധാഖില വേദരാശിഃ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടുകൂടിയ, സഹ പത്മജന്മ ആ പത്മസംഭവനായ വിധിഃ ബ്രഹ്മാവ്, ആവിരാസീത് ആവിർഭവിച്ചു. ആ ഇതളുകൾ വിടർന്നതും അത്യദ്ഭുതവുമായ അങ്ങയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായിട്ടുള്ള ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടുകൂടിയ ആ പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ഇങ്ങനെയാണ് ആ ബ്രഹ്മാവിന് പത്മഭൂ എന്ന പേരുണ്ടായത്. ഈ കൽപ്പത്തെയാണ് പാത്മകൽപ്പം എന്നും പറയുന്നത്. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. ശ്ലോകം 13. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ ത്വമിത്തം ഉത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. നനു പരാത്മൻ
പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള അല്ലയോ വാതാലയവാസ ഗുരുവായൂരപ്പ വിഷ്ണു, അസ്മിൻ പാത്മകൽപ്പേ ഈ പാത്മകൽപ്പത്തിൽ, ഇത്തം ഉത്ഥാപിത പത്മയോനിഹി ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും, അനന്തഭൂമ അപരിച്ഛിന്ന മാഹാത്മ്യശാലിയുമായിട്ടുള്ള അവിടുന്ന്, മമ രോഗരാശിം നിരുന്ധി എൻ്റെ രോഗസമൂഹത്തെ ഇല്ലാതാക്കിയാലും. മൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നു, ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളെ ഒക്കെ ഇല്ലാതാക്കി തന്നാലും പ്രഭോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ വിഷ്ണു, ഈ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അപരിച്ഛിന്ന മാഹാത്മ്യശാലിയുമായിട്ടുള്ള അവിടുന്ന് എൻ്റെ രോഗസമൂഹത്തെ ഇല്ലാതാക്കിയാലും നിവാരണം ചെയ്താലും. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഹി, അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.